ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ജനുവരി 1 ആയി തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞ് സ്റ്റാർട്ടാക്കും ന്യൂ ഇയർ ന്യൂ യു എന്നത്. ബട്ട് അത് കുറച്ചും കൂടി പ്രഷറൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നണം. അതിനേക്കാളും നല്ലത് നമുക്ക് കറക്റ്റ് വേർഡ്സ് യൂസ് ചെയ്ത് തുടങ്ങാം. ന്യൂ ഇയർ ന്യൂ യു എന്തിനാണ്? അതിനേക്കാൾ നല്ലതാണ് ന്യൂ ഇയർ ബെറ്റർ യു എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി പ്ലീസിങ് ആണ് കേൾക്കാനായിട്ട്. എൻ്റെ ജാനുവരി സ്റ്റാർട്ടായത് ഞാൻ രാവിലെ എണീറ്റ് യോഗ ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും തുടങ്ങി. ആ ഒരു മണിക്കൂർ ഡെഡിക്കേഷനോടെ യോഗ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് കംപ്ലീറ്റ്ലി പ്രിപ്പയർസ് മീ ഫോർ ദ ഡേ അഹെഡ്. ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ചെയ്യാൻ പോണത് ഇന്ന്, വിഷൻ ബോർഡ് ആൻഡ് ഗോൾ സെറ്റിംഗ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഫുൾ എനർജി വേണം. ആൻഡ് അതുകൊണ്ട് തന്നെ എനർജി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ട്മീൽ വിത്ത് മിൽക്കാണ് നിങ്ങൾ ബോയിൽ ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കാക്ക ഫ്രൂട്ട് അല്ലെങ്കിൽ പെർസിമോൺ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കൂ. ഇറ്റ് ഈസ് അമേസിങ്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെർസിമോൺ അല്ലെങ്കിൽ കാക്ക ഫ്രൂട്ട് എങ്ങനെയാണ് നോക്കിയെടുക്കേണ്ടത്. നമ്മൾ പെർസിമോൺ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഫ്ലഷ് ഫോം ആയിട്ടിരിക്കണം, സോഫ്റ്റ് ആയത് വാങ്ങിക്കാതിരിക്കുക. ഈ കാക്ക ഫ്രൂട്ട് ഞാൻ UAE വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നതും കഴിക്കുന്നതും. ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ചിക്കു, സപ്പോട്ട അല്ലെങ്കിൽ ഒരു പുളിയുള്ള മാങ്ങ ഒക്കെ കഴിക്കുന്ന പോലെയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ആൻഡ് ഓൾ സീസൺ ആണ് ഈ കാക്ക ഫ്രൂട്ട്. നിങ്ങൾ നെക്സ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. എൻ്റെ ഈ വർഷം 2022 റെസൊല്യൂഷനാണ് സെൻ, ദി ആർട്ട് ഓഫ് സിമ്പിൾ ലിവിങ്. സിമ്പിൾ ലിവിങ് എന്ന് കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അത് ഈസി ആയിട്ട് തോന്നും. പക്ഷേ ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൾട്ട്. കാരണം നിങ്ങൾ എൻ്റെ 2019 റെസൊല്യൂഷൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ റെസൊല്യൂഷൻ ആയിരുന്നു നോ ബൈ ഇയർ. ആൻഡ് അത് വളരെ ഡിഫിക്കൾട്ടായിരുന്നു. ഞാൻ ഇനീഷ്യലി അത് ചെയ്യാൻ ഈസിയാണെന്ന് വിചാരിച്ചു, ബട്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു വർഷം എടുത്ത റെസൊല്യൂഷൻ ഇന്ന് എൻ്റെ ഹാബിറ്റായി മാറിയിട്ടുണ്ട്. എൻ്റെ സന്തോഷം മറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട്സിലല്ല ഡിപ്പെൻഡ് എന്ന് എനിക്ക് തിരിച്ചറിയാനും പറ്റി, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതുകൊണ്ട് ഞാൻ റെസൊല്യൂഷനെ ഒരിക്കലും ലൈറ്റ്ലി എടുക്കാറില്ല. ആൻഡ് യു ഷുഡ് നോട്ട് ടു, ബിക്കോസ് ഇറ്റ് ടീച്ചേഴ്സ് അസ് എ ലോട്ട് ഓഫ് തിങ്സ്. എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ എന്ത് കാര്യത്തിലും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കും, എന്തായാലും നടക്കും. ഞാൻ ഈ വർഷം മനസ്സ് വെച്ചിരിക്കുന്നത് എനിക്ക് സിമ്പിളായിട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ പഠിക്കണം എന്നതാണ്. ആൻഡ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിച്ചിട്ടുള്ളത്. ഈ സെൻ ദി ആർട്ട് ഓഫ് സിമ്പിൾ ലിവിങ് എന്ന പുസ്തകം ഒരു കോമ്പിനേഷൻ ഓഫ് ഇലസ്ട്രേഷൻ ആൻഡ് സ്മോൾ ചാപ്റ്റേഴ്സ് ആണ്. ഇന്ന് ഞാൻ വായിച്ച ചാപ്റ്ററിന്റെ പേരാണ് ലൈൻ അപ്പ് യുവർ ഷൂസ് വെൻ യു ടേക്ക് ദം ഓഫ്. വെരി ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആയിരുന്നു. ആ ഒരു പോസിറ്റീവ് ചാപ്റ്ററിൻ്റെ കൂടെ തന്നെ ലെറ്റ്സ് ബിഗിൻ ദിസ് ഡേ ആൻഡ് ഗെറ്റ് റെഡി ഫോർ ദ ഡേ. ഞാൻ റെഗുലർ ആയിട്ടുള്ള ബോഡി ഡിയോ സ്പ്രേസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി ആണ് ഞാൻ റെക്സോണയുടെ ഷവർ ഫ്രഷ് ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. കുളി കഴിഞ്ഞ ഉടനെ റെക്സോണയുടെ ഡിയോ ഒരു 4 to 5 സർക്കുലർ മോഷനിലായിട്ട് ഞാൻ അണ്ടർ ആംസിൽ യൂസ് ചെയ്യും. ഞാൻ ആദ്യം വിചാരിച്ചത് ഓർഡർ സ്വെറ്റ് കാരണം മാത്രമാണ് വരുന്നത്. ബട്ട് സ്വെറ്റിൻ്റെ കൂടെ നമ്മുടെ അണ്ടർ ആംസിലുള്ള ബാക്ടീരിയ കമ്പൈൻ ആകുമ്പോഴാണ് ബോഡി ഓർഡർ ഉണ്ടാവുന്നത്. ആൻഡ് ദ ഓൺലി വേ ടു പ്രിവെൻറ്റ് ഇസ് യൂസിങ് എ ഡിയോഡ്രൻറ്റ്. റെക്സോണിൽ മോഷൻ ആക്ടിവേറ്റഡ് ടെക്നോളജി ഉണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് വർക്ക്സ് ഹാർഡർ ദ മോർ യു സ്വെറ്റ്. ഇതിൽ 0% ആൽക്കഹോൾ കണ്ടന്റ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ആൻഡ് കംപ്ലീറ്റ്ലി സേഫ് ടു യൂസ് ഓൺ യുവർ സ്കിൻ. റെക്സോണ ഡിയോഡ്രന്റ് യൂസ് ചെയ്ത് നമുക്ക് ഫ്രഷ് ഫീൽ ചെയ്യാം. ഇച്ച് ഫ്രീ ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും നമുക്ക് ഫെസ്റ്റിവൽ ക്ലോത്ത്സ്, തിക്ക് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വെൻ ദ ഫെസ്റ്റിവൽ സീസൺ ഈസ് ഇയർ. ഇപ്പോൾ പൊങ്കലൊക്കെ വരാണ്. സോ ഹാപ്പി പൊങ്കൽ ടു എവ്രി വൺ ഹു ആർ സെലിബ്രേറ്റിംഗ്. ആൻഡ് നമുക്ക് ഇനി ഗോൾ സെറ്റിംഗ് ആൻഡ് വിഷൻ ബോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ വർക്ക് ഡെസ്ക് ക്ലീൻ സ്പേസ് ആക്കിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, സോ ദാറ്റ് ദർ ഇസ് നത്തിങ് നെഗറ്റീവ് എനർജി അറൗണ്ട് മീ. ഒരു ബ്ലാങ്ക് പേജ് എടുത്ത് അതിൽ 4 സെക്ഷനിൽ ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ സെക്ഷനാണ് ഹെൽത്ത്, സെക്കൻഡ് ഫിനാൻസ്, തേർഡ് പേഴ്സണൽ ആൻഡ് ഫോർത്ത് വർക്കാണ്. ഈ 4 ഏരിയ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ മൈ ലൈഫ് റൈറ്റ് നൗ. നിങ്ങൾക്കത് ഡിഫറെൻ്റ് ആയിരിക്കാം. മേ ബി കരിയർ, എഡ്യൂക്കേഷൻ, റിലേഷൻഷിപ്പ് ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ ദാറ്റ് ഷുഡ് ബി 4 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ യുവർ ലൈഫ് റൈറ്റ് നൗ. ഞാൻ ഈ 4 കോളത്തിലും അതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട് എവർ കംസ് ഇൻ ടു യുവർ മൈൻഡ് അതെല്ലാം എഴുതുക ഈ 4 കോളത്തിലും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, പേഴ്സണൽ എനിക്ക്
ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ റാൻഡം തോട്ട്സ് ആണ് ഞാൻ ഈ പേപ്പറിൽ എഴുതുന്നത്. നൗ കംസ് ദ ഡിഫിക്കൽട്ട് പാർട്ട്. ഇതിൽ നിന്നിട്ട് ഒരു 5-6 കാര്യങ്ങൾ നമുക്കിനി വിഷൻ ബോർഡിലേക്ക് ആക്കണം. നമ്മുടെ ബ്രെയിൻ ഒരു ഗ്രീഡി ഓർഗൻ ആണ്. എല്ലാം ചെയ്യണമെന്ന് നമുക്ക് തോന്നും, പക്ഷേ ലെറ്റ് us ബി റിയലിസ്റ്റിക് ഹിയർ. വിഷൻ ബോർഡിൽ ഇനി എന്തൊക്കെയാണ് വേണമെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സ്നാക്ക് ബ്രേക്ക് എടുത്തു. സെൻ ദി ആർട്ട് ഓഫ് ലിവിങ് എന്ന പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, നമ്മുടെ കയ്യിൽ എത്ര പണം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആഗ്രഹിച്ച കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ പണത്തിൻ്റെ പവർ എന്താണ്? ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് ട്രൂ, ബട്ട് ഐ ഡോണ്ട് അഗ്രി 100%. കാരണം പണമില്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റിയിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും കാശ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡെഫിനറ്റ്ലി ഡ്രീംസ് ഡു കംസ് വിത്ത് എ പ്രൈസ് ടാഗ്. ഈ ഒരു പുസ്തകത്തിലെ ഡീപ്പർ മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ്. ആ ഒരു തീം വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്യാൻ പോകുന്നത് ഫോർ മൈ വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫ്രെയിംസ് വേണം. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ 3 ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ ഞാനിത് വോളിലൊന്ന് വെച്ച് സെറ്റാക്കി നോക്കുകയാണ് ഏതാണ് ഭംഗി എന്നത്. ഈ ഫ്രെയിംസിൽ നമുക്ക് വിഷൻ ബോർഡിൻ്റെ പിക്ചേഴ്സ് പ്രിൻറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഈ ഫ്രെയിംസ് അത്രയ്ക്കും കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ കയ്യിൽ ലാസ്റ്റ് ഇയർ ഉണ്ടാക്കിയ വിഷൻ ബോർഡിൻ്റെ വയർ ഫ്രെയിം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യത്തെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയത്. ആൻഡ് ഇത് പെർഫെക്റ്റ്ലി എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഫിറ്റ് ആവുന്നുണ്ടായിരുന്നു. സോ ഐ എം ഗോയിങ് വിത്ത് ദ വയർ ഫ്രെയിം. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്. നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ള വിഷനിന് ഒരു പിക്ചർ ഫോർമാറ്റ് കൊടുക്കുക. സോ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിൻട്രസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല പിക്ചേഴ്സ് വിച്ച് റിസംബിൾസ് ആർ ഗോൾ എന്ന രീതിയിലായിട്ട് നമുക്ക് പിക്ചേഴ്സ് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഇലസ്ട്രേഷൻസ് ആണ് പിക്ക് ചെയ്തിട്ടുള്ളത്, കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് ഇലസ്ട്രേഷൻസ് ആൻഡ് ക്യൂട്ട് തിങ്സ് വിത്ത് പാസ്റ്റൽ ഷെയ്ഡ്സ്. ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന എല്ലാ മിനിറ്റും എൻജോയ് ചെയ്തു. ഐ വാസ് ലിറ്ററലി അസിമുലേറ്റിംഗ് എവറിഥിങ് വിച്ച് ഐ ഹാവ് പുട്ട് അപ്പ് ഓൺ ദ വിഷൻ ബോർഡ്. ഈ വിഷൻ ബോർഡിനെ ഞാൻ യൂണിവേഴ്സിലേക്ക് കൊണ്ടുപോവാണ്, സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ട്രൂ. ഇതിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച കാര്യങ്ങളാണ് ത്രൂ ഔട്ട് മൈ ചൈൽഡ്ഹുഡ് ആൻഡ് ടീനേജ്. സോ ഐ തിങ്ക് നൗ ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് ഐ ഡു ദിസ്. ഇതൊരു റെന്റൽ ഫ്രണ്ട്ലി വാൾ ഹുക്ക് ആണ്. ഇതിൽ വാക്സ് ആണ് പുറകിലുള്ളത്. സോ ദാറ്റ് നമുക്ക് ഇതിനെ ബേൺ ചെയ്യുമ്പോൾ ഇത് മെൽറ്റ് ആവും ആൻഡ് നമുക്കിത് വാളിൽ ഒട്ടിക്കാം. സോ ഐ എം റിയലി എക്സൈറ്റഡ് ടു പുട്ട് അപ്പ് മൈ 2022 വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ നല്ല രസമായിരുന്നു, പക്ഷേ ഐ എം ഫീലിംഗ് ലിറ്ററലി എക്സോസ്റ്റഡ്. ഞാനിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. താങ്ക്ഫുള്ളി ഇന്ന് വിശാലാണ് ഡിന്നർ ഉണ്ടാക്കിയത്. പെർഫെക്റ്റ് ടൈമിംഗ്. ടൊമാറ്റോ പാസ്തയാണ് ആൻഡ് ഇറ്റ് വാസ് യമ്മി. സോ ഹിയർ ഈസ് മൈ 2022 വിഷൻ ബോർഡ്. ആദ്യത്തെ എൻ്റെ വിഷൻ ആണ് എനിക്കൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ലേൺ ചെയ്യണം. ആൻഡ് മൈ ഈസി പിക്ക് ഇസ് യൂക്കുലെലെ. സെക്കൻഡ്, എനിക്ക് ലിയോ ടോൾസ്റ്റോയിൻ്റെ പുസ്തകം വായിക്കണം. ആന കാരനീന ഓർ എൽസ് മേ ബി വാർ ആൻഡ് പീസ് ആയിരിക്കും എൻ്റെ ചോയ്സ്. തേർഡ് ആണ് സൈക്കിൾ. ഞാൻ ഓൾറെഡി ജാനുവരിയിൽ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു റൈഡ് ഇറ്റ് ഓൺ എ റെഗുലർ ബേസിസ്. അതെനിക്ക് കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് ഫോർത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് 4 hour വർക്ക് വീക്ക്. ഞാൻ ഈ പുസ്തകം റീസെൻ്റ്ലി ആണ് വായിച്ചിട്ടുള്ളത് ആൻഡ് ഐ ടോട്ടലി അഗ്രി ടു എ ലോട്ട് ഓഫ് കോൺസെപ്റ്റ് ഇൻ ദാറ്റ്. അതിൻ്റെ ഒരു സമ്മറിയാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഐ എം ട്രൈങ് ടു ഫോളോ ദാറ്റ്. ബിക്കോസ് എനിക്ക് ഈ ഒരു വർഷം ഐ വോണ്ട് ടു വർക്ക് ലെസ് ബട്ട് സ്മാർട്ട്. അതിൻ്റെ മുകളിൽ ഞാൻ എഴുതിക്കുന്നത് അപാരിഗ്രഹയാണ്. ലാസ്റ്റ് ഇയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിഷൻ ബോർഡിൽ കീ വേർഡായിരുന്നു അഹിംസ. അത് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഐ ഡിഡ് ഫോളോ. പ്രാവശ്യം ഞാൻ അപാരിഗ്രഹയാണ് വെച്ചിട്ടുള്ളത്, നോൺ അറ്റാച്ച്മെൻറ്റ്, വിച്ച് ടെക്നിക്കലി മീൻസ് ടു എ വെരി പോപ്പുലർ ടേം നവ ഡേയ്സ്, ദാറ്റ് ഇസ് മിനിമലിസം. മിനിമലിസത്തിനെ പറ്റിയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഈവൻ ഐ ആം ഓൾസോ ലേണിംഗ് ഇറ്റ്. സോ മേ ബി വി ക്യാൻ ലേൺ ടുഗെദർ. അതിൻ്റെ അടുത്തായിട്ട് ഞാൻ ഒരു മെഡിറ്റേഷൻ പോസ്റ്ററാണ് വെച്ചിട്ടുള്ളത്. ബിക്കോസ് മെഡിറ്റേഷൻ ഞാനൊരു 3 മിനിറ്റ് ടാർഗറ്റാണ് വെച്ചിട്ടുള്ളത് ടു മെഡിറ്റേറ്റ്. അതിൻ്റെ അടുത്ത് ദർ ഇസ് ദിസ് ലോങ് ബ്യൂട്ടിഫുൾ കർലി ഹെയർ. എൻ്റെ കർലി ഹെയർ ആണ്, പക്ഷേ ഐ ആം നോട്ട് അറ്റ് ഓൾ ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ്. പക്ഷേ ഈ വർഷം എനിക്ക് ഹെയർ കട്ട് ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് ലോങ് കർലി ഹെയർ വേണം എന്ന് ആഗ്രഹമുണ്ട്. സോ ഐ എം ഗോയിങ് ടു വർക്ക് ടുവേർഡ്സ് ഇറ്റ്. സോ ഫൈനലി എൻ്റെ വിഷനാണ് ടു റൈറ്റ്. ഐ ഹോപ്പ് ദിസ് ഇയർ ഐ റൈറ്റ് ഗുഡ് സ്ക്രിപ്റ്റ്സ് ആൻഡ് ഗുഡ് സ്റ്റോറീസ് ആൻഡ് ജേർണൽ എ ലോട്ട്. സോ ഇതാണ് എൻ്റെ ഫൈനൽ വിഷൻ ബോർഡിൻ്റെ ലുക്ക്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ഡെഫിനറ്റ്ലി നിങ്ങളും വിഷൻ ബോർഡ് ഉണ്ടാക്കുക ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ. ബൈ.